വരുൺ അമ്മേ അച്ഛാ ക്ഷേത്രനിടയിൽ വെച്ച് ഇങ്ങനെ ഒരു കാര്യം നടന്നുവെന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. തിരുമേനി, പ്രാർത്ഥന കൊണ്ടും പൂജ കൊണ്ടൊന്നും ഇനി കാര്യമില്ല. പോലീസുകാരെ കൊണ്ട് അന്വേഷിപ്പിച്ചില്ലെങ്കിൽ അവസാനം കരയേണ്ടി വരും. ഈ രാധിക എവിടെ പോയി കിടക്കുക? അവിടെ വരുണ്ണ തിരഞ്ഞടക്കുക രാധിക. തിരിച്ചു പോരാൻ ഞാൻ പറഞ്ഞിട്ട് കേട്ടില്ല. പറഞ്ഞിട്ട് കേട്ടില്ലെന്നോ? അവൾക്കെന്താ വരുണിന്റെ കാര്യത്തിൽ ഇത്രയും താല്പര്യം? നമ്മൾ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടല്ലോ, അതങ്ങ് ചെയ്താ പോരെ. ബിജു, ആ പെൺകുട്ടിയോടൊന്ന് വരാൻ പറ. ആത്മാർത്ഥതയോടാണ് അന്വേഷിക്കുന്നതെങ്കിലും അതിനൊരു ഫലം ഉണ്ടെങ്കിലല്ലേ. എവിടെ ചെന്നാലും ചേച്ചിയെ കൊണ്ട് കുഴപ്പോ. മോളെ വരുൺ നിലവറയിലുണ്ട്. അയ്യോ, നിലവറയിലോ? അത് മുത്തശ്ശി. അയ്യോ, വരുൺ നിലവറയിലുണ്ട്, എനിക്കത് ഉറപ്പാ. എന്തുറപ്പ്? നീ ചെന്ന് നോക്കിയോ? അച്ഛാ, ഇവളെ ഭ്രാന്ത് പറയാ. നമുക്ക് പോവാം. അല്ല, ഞാൻ സത്യ പറയുന്നേ. ഈ ഇരിക്കുന്ന ദേവിയാണ് സത്യം. വരുൺ അതിനകത്തുണ്ടാവും എനിക്ക് ഉറപ്പാ. ഇത്ര ഉറപ്പ് പറയണമെങ്കിൽ ചേച്ചി വരുണിന്റെ കൂടെ ഉണ്ടായിരുന്നോ? പറ കുട്ടി, നീ വരുണിന്റെ കൂടെ ഉണ്ടായിരുന്നോ? മതി, ഈ കാര്യത്തിൽ തർക്കിക്കണ്ട. പോകുന്നതിന് മുമ്പ് നിലവറയിൽ കൂടെ ഒന്ന് നോക്കുന്നോണ്ട് എന്താ? എന്തെങ്കിലും അബദ്ധം കാണിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കാതെ പറ്റില്ലല്ലോ. എന്തായാലും ഒന്ന് പെട്ടെന്ന് വരൂ. മോളെ വാ. വാ. അവിടെ നാശം പിടിച്ചവള് ചോദിച്ചല്ലോ. നാളുകളായി അടഞ്ഞു കിടക്കുന്ന നിലവറയിൽ ആർക്കും പെട്ടെന്ന് ഇറങ്ങാൻ പറ്റില്ല. അതിന് സമ്മതിക്കരുത്. നിർബന്ധമാണെങ്കിൽ ഫയർഫോഴ്സിനെ വിളിക്കട്ടെ. അവരെത്തുന്നതിന് മുമ്പ് ചാവാനുള്ളവൻ ചത്തോളും. നിങ്ങൾ വാ. പെട്ടെന്ന് വാതിൽ തുറക്ക്. നിൽക്ക്. വരുൺ ഇതിനകത്ത് തന്നെ ഉണ്ടെന്ന് കുട്ടി എന്താ ഉറപ്പ് പറയാൻ കാരണം? തിരുമേനി ആ പൂക്കൾ കണ്ടോ? ഇത് വരുണിന്റെ കയ്യിലുണ്ടായിരുന്നതാ. അത് വെച്ചാ ഞാൻ പറയാൻ കാരണം. ഇപ്പൊ മനസ്സിലായല്ലോ. ഇവിടെ ലക്ഷണശാസ്ത്രം നോക്കി വേണം നമ്മൾ കാര്യങ്ങൾ തീരുമാനിക്കാൻ. ഈ നേരം കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ എത്താമായിരുന്നു. നിങ്ങൾ ഞാൻ പറയുന്നൊന്ന് വിശ്വസിക്കേ. വരുൺ ഇതിനകത്ത് തന്നെ ഉണ്ടാവും. അച്ഛാ, അമ്മേ, മുത്തശ്ശി ഒന്ന് തുറക്കാൻ പറ. അച്ഛാ പ്ലീസ്. ബിജു, തുറക്ക.
വരുൺ മോനെ വരണേ ദാ, വരുൺ വരുൺ വരണേ മോനെ വരുൺ വരുൺ വരുണേ വരുൺ മോനെ വരുണേ വരുൺ വരുൺ അയ്യോ മുത്തശ്ശി മോനെ മോനെ അകത്തോട്ട് മോനെ വരുണേ ആരെങ്കിലും ഇതിനകത്തൊന്ന് ഇറങ്ങി നോക്ക്. അതെങ്ങനെയാ? കാലങ്ങളായി അടഞ്ഞു കിടക്കുന്ന നിലവറയില് വിഷവാതകം വരെ ഉണ്ടാവും. ഇറങ്ങുന്നവർ ജീവനോടെ തിരിച്ചു കയറുമെന്ന് പ്രതീക്ഷിക്കണ്ട. അയ്യോ ഏട്ടാ, ഫയർഫോഴ്സിനെ വിളിക്കാം. ഇനിയിപ്പോ ഈ സംശയം തീർത്തില്ലെന്ന് വേണ്ട. വരുൺ മോനെ വരുൺ മോനെ ഫയർഫോഴ്സുകാർ എത്തുന്നവരെ വരുണകത്ത് കിടന്ന വരുൺ എന്തെങ്കിലും സംഭവിക്കും. ആരെങ്കിലും ഒന്ന് ഇറങ്ങി നോക്ക്. ഓ, ഇറങ്ങുന്നവർ ജീവനോടെ തിരിച്ചു വരില്ല എന്ന് പറഞ്ഞ കേട്ടില്ലേ? സംശയം ഉണ്ടെങ്കിലേ തിരുമേനിയോട് ചോദിക്കും. അതേ കുട്ടി, ഇറങ്ങുന്നത് അപകടമാ, ജീവനാപത്താ. എന്നാ ഞാൻ ഇറങ്ങി നോക്കാം. വെറുതെ ഭ്രാന്ത് കാണിക്കാതെ ഫയർഫോഴ്സ് 5 മിനിറ്റിനുള്ളിൽ വരും. ഞാൻ ഇറങ്ങാം. എനിക്ക് എന്റെ ജീവനിൽ പേടിയൊന്നുമില്ല. ബിജു, ആ ഫോണിൽ താ. താ. തുറക്ക്. ആര് പറഞ്ഞാലും കേക്കില്ല. അവിടെ ചെന്ന് എന്തെങ്കിലും അപകടം സംഭവിക്കുമ്പോ പഠിച്ചോളൂ. വരുൺ, വിഷവാതകം ഉണ്ടെങ്കിൽ ഇത്ര നേരം മതിയായിരുന്നു. വരുൺ, 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 എഴുന്നേക്ക്. ബിജു, ഓടി വാ. വരുൺ ഇവിടെയുണ്ട്. വരുൺ ഇവിടെ ഉണ്ട്. ബോധം കെട്ട് കിടക്ക. ഓടി വാ. ഇപ്പൊ എങ്ങനെയുണ്ട്? ആ കുട്ടി പറഞ്ഞ സത്യമല്ലേ? കേട്ടാ ബിജു, ഇറങ്ങി നോക്കടാ. വരുൺ, വരണേ ദാ, ഇവിടെ വരണേ ദാ, എണീക്കടാ ദാ. മുത്തശ്ശി ഒന്നുമില്ല. എടാ, എടാ നിന്നോട് ഇനി പ്രത്യേകം പറയണോ? ഇറങ്ങി ചെല്ലടാ. ഗൗതം, എന്തു പറ്റിയടാ? ഒന്നുമില്ല, കാലേറ്റിയതാ. സൂക്ഷിച്ച് അണക്ക്. അതെ, ഞാനിപ്പോ വരാം. വരണേ എടാ. ഇങ്ങോട്ട് വാ. പിടിക്കടാ. വാ ഒന്ന്. പിടിക്കേ. വരുൺ, വരുൺ, പിടിക്കേ. പിടിച്ചോ. തൂക്കിക്കോ. തൂക്കിക്കോ. മോനെ, എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം. വരട്ടെ, തീർത്ഥം ഒന്ന് തളിച്ചു നോക്കാം.
മോനെ വരുൺ. അമ്മ പേടിപ്പിച്ചു കളഞ്ഞല്ലോ മോനെ ഞങ്ങളെ. നീ അകത്ത് പെട്ടുപോയി. ഞങ്ങൾ തിരിച്ചു പോവാൻ തുടങ്ങിയായിരുന്നു. നിലവറയുടെ കാര്യം ഞാൻ പ്രത്യേകം പറഞ്ഞിരുന്നതല്ലേ? അത് ഞാൻ ഗൗതം പറഞ്ഞുകൊണ്ടാ നിലവറ മന്ദിരത്തിനടുത്തേക്ക് വന്നത്. ഗൗതം പറഞ്ഞോ? ഗൗതം എന്തു പറഞ്ഞു? അത് രാധിക നിലവറ മന്ദിരത്തിനടുത്ത് നിൽക്കുന്ന കണ്ടു എന്ന് പറഞ്ഞു. ഞാനിവിടെ വന്നപ്പോ രാധിക ഒന്നും കണ്ടില്ല. ഇയാളെന്തെങ്കിലും അബദ്ധം കാണിച്ചിട്ടുണ്ടോ നോക്കാൻ വേണ്ടിയാ ഞാൻ നിലവറ മന്ദിരത്തിന്റെ ഡോറ് തുറന്ന് അകത്തേക്ക് കയറിയത്. എന്നിട്ട് നിലവറയിലേക്ക് ഇറങ്ങിയത്. ഞാൻ പറഞ്ഞത് സത്യം. ഈ കുട്ടി ആ നിലവറ മന്ദിരത്തിന് മുമ്പ് നിൽക്കുന്നത് ഞാൻ കണ്ടതാ. ഇല്ലെങ്കിൽ ചോദിച്ചു നോക്ക്. മോളെ ഈ ഭാഗത്തുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു മുത്തശ്ശി. ഞാനത് വെറുതെ നോക്കി നിന്നതേ ഉള്ളൂ. ഞാനത് തുറന്നുമില്ല, അകത്തേക്ക് കയറിയതുമില്ല. കണ്ടോ, ഏത് കാര്യങ്ങളും തുടങ്ങി വെക്കുന്നത് ചേച്ചിയാ. ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ നടന്നതിന് പുറകില് ചേച്ചി കാണിച്ചൊരു മണ്ടത്തരമല്ലേ? വീടിനകത്ത് പിടിച്ചു നിർത്തി ആവശ്യമില്ലാത്ത സ്വാതന്ത്ര്യം കൊടുക്കുമ്പോ ആലോചിക്കണം. മറ്റുള്ളവരുടെ ജീവൻ വെച്ചാ കളിക്കുന്നത്. ഇവിടെയൊക്കെ എന്താ ചെയ്യേണ്ടെന്നറിയോ? നിർത്ത്. ജീവൻ വെച്ച് കളിച്ചോ? എല്ലാവരും തിരിച്ചു പോകാൻ തുടങ്ങുമ്പോ വരുൺ ഇതിനകത്ത് ഉണ്ടാവുന്ന നിർബന്ധിച്ച് നോക്കാൻ പറഞ്ഞത് ആരാ? ഈ കുട്ടിയല്ലേ? നിലവറവാതിൽ തുറക്കുമ്പോ അകത്ത് വിഷവാതകം ഉണ്ടാവുമെന്നും ഇറങ്ങുന്നവരുടെ ജീവൻ അപകടത്തിലാവുമെന്നും എല്ലാവരും പറഞ്ഞിട്ടും തന്റെ ജീവൻ പോയാലും കുഴപ്പമില്ലെന്ന് പറഞ്ഞ് നിലവറയിലേക്ക് ഇറങ്ങിയത് ഈ കുട്ടിയല്ലേ? സ്വന്തം ജീവൻ പണയം വെച്ചു പോലും വരുണിനെ രക്ഷിക്കാൻ ഇറങ്ങിയ ഈ കുട്ടിയെക്കുറിച്ച് ഒരക്ഷരം മിണ്ടിപ്പോരുത് ഒരാളും. മോള് വിഷമിക്കണ്ട. നിന്റെ മനക്കരുത്തുകൊണ്ട് വരുണിനെ ഞങ്ങൾക്ക് തിരിച്ചു കിട്ടിയത്. അത് ഇവർക്കാർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ലേ? നന്ദിയുണ്ട് മോളെ. ഒരുപക്ഷെ നീ ഞങ്ങളുടെ കൂടെ ഇല്ലായിരുന്നെങ്കിൽ ഈ ജീവിതകാലം മുഴുവൻ ഞങ്ങൾ കരയേണ്ടി വന്നേനെ. ഏത് കാര്യത്തിനും ഭഗവാൻ ചില നിമിത്തങ്ങൾ കാട്ടിത്തരും. അതിപ്പോ ഈ കുട്ടിയുടെ രൂപത്തിലായെന്നു മാത്രം. ദൈവഹിതമാണ് ഈ കുട്ടിയുടെ വരവും ഈ നടന്ന കാര്യങ്ങളും. മോളെങ്ങോട്ടാ? അത് നടയിൽ പോണം. ഭഗവാനോട് നന്ദി പറയണം. കണ്ടോ, മനസ്സ് നിറച്ച് ഭക്തിയും നന്മയുള്ളതിന്റെ ഗുണോ.
കണ്ട് പഠിക്കണം നിങ്ങള്. പേടിപ്പിച്ചു കളഞ്ഞല്ലോടാ. സോറി അച്ഛൻ, സോറി. നമ്മുടെ കുടുംബത്തിന്റെ നാശത്തിന് വേണ്ടി ആരൊക്കെയോ വട്ടമിട്ട് പറക്കുന്നുണ്ട്. എല്ലാവരും പരസ്പരം ശ്രദ്ധിച്ചാലേ പറ്റൂ. അവളില്ലായിരുന്നെങ്കിൽ എല്ലാം തീർന്നേനെ അല്ല ചെറിയച്ച. അവളൊരു തടസ്സമാണ് നമ്മുടെ എല്ലാ പദ്ധതികൾക്കും. വരുണൊന്നും പറ്റാതെ തിരിച്ചു വന്നല്ലോ. പകരം എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്യാം. വരുൺ അപകടം വന്ന സമയത്ത് പോലും ചിലർ വരുണെതിരായിട്ടാണ് സംസാരിച്ചത്. അവരുടെ ഉള്ളിൽ എന്തോ ദുഷ്ടതയുണ്ട്. അവരെ ജയിക്കാൻ സമ്മതിക്കരുത്. എന്റെ കഴുത്തിൽ താലി കെട്ടിയ മനുഷ്യന്റെ ജീവൻ സംരക്ഷിക്കേണ്ടത് എന്റെ ഉത്തരവാദിത്വം. വരുണെതിരെ ആ കുടുംബത്തിൽ ആരൊക്കെയാണ് നീങ്ങുന്നെന്ന് അറിയുന്നത് വരെ എനിക്കവിടെ നിന്നേ പറ്റൂ. രക്ഷിക്കണേ. മോളെ, കൺമംഗലം കുടുംബം നിന്നോട് കടപ്പെട്ടിരിക്കുക. നീ ചെയ്തത് ചെറിയൊരു കാര്യമല്ല. ആദ്യത്തെ കാഴ്ചയിൽ തന്നെ ഐശ്വര്യമുള്ള കുട്ടിയാന്ന് ബോധ്യപ്പെട്ടിരുന്നു. ഭഗവാൻ അനുഗ്രഹിച്ചയച്ച ജന്മം. രാധിക, താങ്ക്സ്. സ്വന്തം ജീവൻ പണയം വെച്ച് താൻ എന്നെ രക്ഷിച്ചല്ലോ. തിരുമേനി, ചടങ്ങുകൾ പൂർത്തിയാക്കാൻ നോക്കാം. ആയിക്കോട്ടെ. എടോ, എൻ്റെ ഭാര്യ എന്നെ രക്ഷിച്ചു. ഞാൻ കിട്ടിയ താലി അതിൻ്റെ മഹത്വം കാണിച്ചു. മ്യൂസിക് സ്കൂളിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ അന്വേഷിച്ചു മാഡം. അവിടെ പ്രത്യേകിച്ചൊന്നും സംഭവിച്ചതായിട്ട് ആരും പറഞ്ഞില്ല. ചില വിദേശികൾ വരാറുണ്ട്, ചിലപ്പോൾ ഡാൻസ് പ്രോഗ്രാംസ് ഒക്കെ നടക്കാറുണ്ട്. അങ്ങനെ കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു. പക്ഷെ ഒരു കാര്യമുണ്ട്, അവിടുത്തെ ഏതൊരു സ്റ്റാഫിനോട് സംസാരിച്ചാലും അവർ ശ്യാമ മാഡത്തിനെ ഫേവർ ചെയ്ത് മാത്രമേ സംസാരിക്കൂ. കുറെ ഞാൻ നോക്കി കൂട്ടത്തിൽ നിന്ന് ഒരാളെ പൊക്കിയെടുക്കാൻ പറ്റുമോന്ന്, പക്ഷെ നടന്നില്ല. ഇതോടെ മാലിനിയുടെ സംശയങ്ങളൊക്കെ തീർന്നോ? ഇല്ല. അതെന്തു പറ്റി? പ്രത്യേകിച്ച് ഡീറ്റെയിൽസ് ഒന്നും കിട്ടാത്തതുകൊണ്ട് ഞാൻ അമൃത മാഡത്തിനോട് സ്കൂളിലെ കാര്യങ്ങൾ ചോദിച്ചു. അവിടെ ആരൊക്കെയുണ്ട്, ശ്യാമ മാഡത്തിന് വേണ്ടപ്പെട്ട ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ. പക്ഷേ അമൃത മാഡം വല്ലാണ്ട് ഷൗട്ട് ചെയ്തു. നീ എന്തിനാ ശ്യാമയുടെ സ്വസ്ഥത തകർക്കാൻ നോക്കുന്നത് എന്നൊക്കെ ചോദിച്ചു. അമൃതയുടെ കാര്യം ഞാൻ പറഞ്ഞതല്ലേ, ശ്യാമയുടെ കാര്യം സംസാരിക്കുമ്പോ ഈറ്റപ്പുലിയെ പോലെയാ. ഓക്കെ മാഡം. പക്ഷേ അമൃത മാഡം പറഞ്ഞ ആ വാക്കുകളുണ്ടല്ലോ, എന്തിനാണ് ശ്യാമ മാഡത്തിന്റെ സ്വസ്ഥത തകർക്കുന്നതെന്ന്. എല്ലാത്തിനും എന്തേലും കുഴപ്പം കണ്ടുപിടിക്കുന്നത് കൊണ്ട് ഇനി എനിക്ക് തോന്നിയതായിരിക്കും. അല്ല മാഡം, അവിടെ എന്താ ഇത്ര വലിയ സ്വസ്ഥത? ശ്യാമ മാഡം എത്രയോ വലിയ മ്യൂസിക് പ്രോഗ്രാംസിന് പോകുന്നു, എത്രയോ സ്ഥലത്ത് കച്ചേരികൾ നടത്തുന്നു, പലതവണ സംഗീത കൂട്ടായ്മകളിൽ പങ്കെടുക്കുന്നു. അവിടെ ഒന്നും ഇല്ലാത്ത ശാന്തത ഈ മ്യൂസിക് സ്കൂളിൽ ഉണ്ടായിരിക്കുമല്ലോ അല്ലേ? മാലിനി, ഞാൻ അതിര് കടക്കുന്നുണ്ടോ മാഡം? ഏയ്, ഒരിക്കലുമില്ല. ഈ ബീച്ചില് ലൈറ്റ് ഹൗസ് സ്ഥാപിച്ചിരിക്കുന്നത് കണ്ടിട്ടുണ്ടോ? അതെന്തിനാണെന്നറിയോ?
കടലിൽ കിടക്കുന്ന വള്ളങ്ങൾക്കും വഞ്ചികൾക്കും ഒക്കെ കൃത്യമായ ലക്ഷ്യസ്ഥാനത്തെത്താൻ. അവരെത്ര ദൂരെയാണ്, എത്ര ആഴത്തിലാണ് എന്നൊക്കെ വ്യക്തമാക്കി കൊടുക്കാൻ. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ലൈറ്റ് ഹൗസിന്റെ ജോലിയാ മാലിനി ഇപ്പൊ ചെയ്യുന്നത്. ഞാൻ ചിന്തിക്കാത്തടത്തേക്ക് വെളിച്ചമടിക്കുന്നു. ഞാൻ എത്ര ദൂരെയാ നിൽക്കുന്നതെന്ന് എന്നെ ഓർമ്മിപ്പിക്കുന്നു. ഗുഡ്. അപ്പൊ പിന്നെ നമ്മൾ താമസിപ്പിക്കുന്നില്ല. മ്യൂസിക് സ്കൂളിന്റെ ഉള്ളുകളികൾ നമ്മൾ കണ്ടുപിടിക്കുന്നു, എത്രയും പെട്ടെന്ന് തന്നെ.